ഹലോ ആൻഡ് വെൽക്കം ടു റിയാസ് കുക്ക് ബുക്ക്. റിയാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ വി ആർ ടോക്കിംഗ് അബൌട്ട് ഷുഗർ ആൻഡ് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ദാറ്റ് യു കെൻ ഗീവ് ഫോർ യുവർ ബേബീസ്. സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാം അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നവർക്ക് മനസ്സിലാകും കുഞ്ഞുങ്ങളുടെ ഫുഡിനെ കുറിച്ച് കുഞ്ഞു ഇൻഫോർമേഷൻസ് കൊണ്ട് നമ്മൾക്ക് എനിക്കിപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് കാണാൻ തന്നെ പേടിയാണ്. ഒരാൾ ഒരു കാര്യം പറയും കാര്യം തന്നെ വേറൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത് വേറൊരാൾ പറയും ദാറ്റ്സ് ഗുഡ്. ലൂക്കക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ഇതായിരുന്നു. ഷുഗർ കൊടുക്കാമോ, എപ്പോൾ ഷുഗർ കൊടുക്കാം, ഇതെല്ലാം സോഷ്യൽ മീഡിയയിലും അങ്ങനെ ഓരോ റീൽസിലും ഒക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോയൊരു അമ്മയാണ് ഞാൻ. ന്യൂ മോം ആവുമ്പം ന്യൂ മോംസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ടെൻഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുഞ്ഞിന് നമ്മളൊരു ബൗളിൽ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് 2 സ്പൂൺ കഴിച്ചു, ബാക്കി കഴിച്ചില്ലെങ്കിൽ വരെ നമുക്കതൊരു വലിയ ടെൻഷനാണ്. എൻ്റെ മോന് 2 വയസ്സായി. അവന് വിശക്കുമ്പോൾ കഴിക്കും, വിശക്കാത്തപ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു സമയം നമ്മൾ ജസ്റ്റ് ന്യൂ മോം ആയ സമയം, സോളിഡ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ കൺഫ്യൂഷൻസ് ഉള്ള സമയമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന അമ്മമാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷന് കുറച്ചൊരു ആശ്വാസം തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ന്യൂട്രീഷണൽ എക്സ്പേർട്ടൊന്നും അല്ല ഞാൻ. പക്ഷേ ഞാൻ എൻ്റെ പീഡിയാട്രീഷ്യനോടും കുറച്ച് ന്യൂട്രീഷണൽ എക്സ്പേർട്സിനോടും സംസാരിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. ഒരു ജേർണിയാണിത്. ഞാൻ എൻ്റെ ബേബിനെ ബാലൻസ്ഡ് ഷുഗറിൽ എങ്ങനെ ഒരു 2 വയസ്സ് വരെ ഞാൻ ഒരു ഹെൽത്തി ഡയറ്റ് എങ്ങനെ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണിത്. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഷുഗർ 6 മന്ത്സിൽ കൊടുക്കാമോ എന്ന്. ഷുഗർ 6 മന്ത്സിൽ കൊടുക്കാം. കൊടുക്കുന്നത് കൊണ്ട് പ്രത്യക്ഷത്തിൽ ഒന്നും കുഞ്ഞിന് പെട്ടെന്നൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഷുഗറിനെ ഒബ്സഷനായി കുഞ്ഞിന് മാറിക്കഴിഞ്ഞാൽ ഇറ്റ് മേ ക്രിയേറ്റ് സോ മെനി പ്രോബ്ലംസ്, ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഇൻ ഫ്യൂച്ചർ. സോ ഇറ്റ് ഈസ് ഗുഡ് വി വെയിറ്റ് അണ്ടിൽ 2 ഇയർ. നമ്മുടെ കുഞ്ഞിനൊരു 2 വയസ്സാകുന്നവരെ വെയിറ്റ് ചെയ്താൽ ഇറ്റ്സ് എ ബെസ്റ്റ് ഡിസിഷൻ എന്ന് ഞാൻ പറയും. ഷുഗർ എൻ്റെ കുഞ്ഞിൻ്റെ ഡയറ്റിൽ നിന്ന് വളരെ കുറച്ചത് കൊണ്ട് എനിക്കുണ്ടായൊരു ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് ഹോസ്പിറ്റൽ വിസിറ്റ് നിങ്ങൾ കുഞ്ഞിനുമായിട്ട് പോയാൽ മതി. എത്ര ഷുഗറി ഫുഡ് നമ്മുടെ കുഞ്ഞ് കൺസ്യൂം ചെയ്യുന്നു അത്രയും ഹെൽത്ത് പ്രോബ്ലംസ് കുഞ്ഞിനുണ്ടാകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. കൂടുതൽ ഷുഗറി ഫുഡ് നമ്മൾ കുഞ്ഞിൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പം വേണ്ട ഫുഡ് കുഞ്ഞ് കഴിക്കുന്നത് പുറകോട്ടാക്കും. അപ്പോൾ അത് കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കും. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുന്നത് കൂടുന്നത്. അപ്പം ഷുഗർ വളരെ കുറച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്കുണ്ടാകുന്ന കുറച്ച് നല്ല കാര്യത്തിൽ ഒന്നാണ് കുഞ്ഞുങ്ങൾക്ക് പല്ലിലുണ്ടാവുന്ന ക്യാവിറ്റീസ് ഉണ്ടാവത്തില്ല. അവർ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. ഫസ്റ്റ് ടീത്തൊക്കെ വരുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഷുഗറിലേക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ ഷുഗർ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാവിറ്റീസ് കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ ഒരു പബ്ലിക് ഇവൻറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോയി കഴിയുമ്പോൾ നമ്മൾ റിലേറ്റീവ്സ് ഒക്കെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഐസ്ക്രീം കൊടുക്കട്ടെ, ഐസ്ക്രീം കൊടുക്കാനൊക്കെ പോകും. അപ്പം ഞാൻ പറയും അവന് കൊടുക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു 2 വയസ്സായി കഴിഞ്ഞപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞ് സംസാരിച്ച് തുടങ്ങി. 1.5 വയസ്സായപ്പോഴവൻ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങി. ഷുഗറി ട്രീറ്റ്സ് ആരെങ്കിലും ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഓൾറെഡി മേടിക്കും. കൈ വെച്ച് ഗ്രാബ് ചെയ്തൊക്കെ മേടിക്കാനായല്ലോ. അപ്പം ഐസ്ക്രീംസ് ആരെങ്കിലും ഓഫർ ചെയ്താൽ അവൻ പറയും എനിക്ക് വേണമെന്നൊക്കെ പറയും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളുടെ കയ്യിലല്ല കൺട്രോൾ. ലൈക്ക് നമ്മളിപ്പോൾ ഒരു നോ പറഞ്ഞാൽ അവിടെ വലിയൊരു സീൻ ഉണ്ടാകും. സോ ഒക്കേഷണലി കുഞ്ഞുങ്ങൾ ഷുഗർ ടേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഷുഗറി ഫുഡ്സ് വളരെ കൊടുക്കാൻ നോക്കിയാൽ മതി. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു ടെൻഷൻ എന്താന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഷുഗർ എങ്ങാനും അറിയാതെ വല്ല റിലേറ്റീവ്സോ ആരെങ്കിലും അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്താൽ അയ്യോ മോൻ ഷുഗർ കഴിച്ചു എന്തെങ്കിലും ഇന്ന് പറ്റുമോ, അസുഖം വരും എന്നൊക്കെ ഉള്ള ഓവർ കൺസേൺ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒക്കേഷണലി ഇച്ചിരി ഷുഗർ ടേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞിനൊന്നും പറ്റാൻ പോകുന്നില്ല. സോ ന്യൂ മോംസ് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ ഹ്യൂമൻസ് ഓൾറെഡി വയേർഡ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ വയേർഡ് ആയിട്ടിരിക്കുന്നത്. മധുരത്തിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത് പോലെയാണ് നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ ഹ്യൂമൻസ് അങ്ങനെയാണ് വയേർഡ്. ബിക്കോസ് അമ്മയുടെ പാലിലായാലും അല്ലെങ്കിൽ ഫോർമുല മിൽക്കിലായാലും ഒക്കെ ആ എമൗണ്ട് ഓഫ് ഷുഗർ അതിലുണ്ട്. സോ
ഷുഗറി ഫുഡിനോട് അല്ലെങ്കിൽ മധുരത്തിനോട് അല്ലെങ്കിൽ സ്വീറ്റ്നെസ്സിനോടുള്ള കുഞ്ഞുങ്ങളുടെ ഇഷ്ടം ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമലാണ്. അപ്പം ആ ഒരു മധുരമുള്ള ഫുഡിനോട് കുഞ്ഞുങ്ങൾ ആഗ്രഹം കാണിക്കുമ്പോൾ നമ്മൾ അവിടെ ഷുഗറും ജാഗരിയും ഒക്കെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. മധുരം നമുക്ക് ഫ്രൂട്ട്സിലൂടെ കിട്ടും, മധുരമുള്ള വെജിറ്റബിൾസിലൂടെ കിട്ടും. അതെല്ലാം നമുക്ക് കുഞ്ഞിൻ്റെ കുറുക്കിൽ കുഞ്ഞിൻ്റെ 6 months തൊട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രോബ്ലം സോൾവ് ആയി. എങ്ങനെ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഞാൻ 2 വയസ്സാകുമ്പോൾ അവർ ഒരു കുറച്ച് തിരിച്ചറിവാകും. അവർ പബ്ലിക്കലി നമ്മൾ പബ്ലിക് ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ കഴിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ അവർ ആഗ്രഹം കാണിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. കാരണം ഫങ്ഷൻസ് ഒക്കെ വല്ലപ്പോഴും കൂടെ അല്ലേ നടക്കുന്നത്. അപ്പം അത് ഞാനൊരു 2 വയസ്സിന് ശേഷം ഞാനത് ഒരു ഡീപ് ബ്രെത്ത് എടുത്ത് കഴിഞ്ഞിട്ട് ഇന്നിത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു വെക്കും. പക്ഷേ ഒരു 1.5 വയസ്സ് വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. കാരണം കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവായിട്ടില്ല. അപ്പോൾ നമ്മൾ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ കുഞ്ഞിന് ഷുഗറി ഫുഡ്സ് ആരെങ്കിലും ഓഫർ ചെയ്താൽ നമുക്കപ്പം ആസ് എ പേരൻറ്റ് നമുക്ക് പറയാം കുഞ്ഞിനിത് കൊടുക്കരുത് എന്ന്. നിങ്ങൾ പേരൻസ് അച്ഛനായാലും അമ്മയായാലും ഒരു സ്ട്രിക്റ്റ് നോ പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വേറെ ആരും ഇടപെടത്തില്ല. അങ്ങനെ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് 1.5 വയസ്സ് വരെ നമുക്ക് ഷുഗർ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു മിഠായിയോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സോ, നമ്മൾ വീട്ടിൽ തന്നെയാണ് എൻ്റെ മോന് ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ് ആയാലും അത് ഷുഗറി ട്രീറ്റ് ആണ്. അതിൽ നമ്മൾ ജാഗ്രിയൊക്കെ ആഡ് ചെയ്യും. ഇതൊരിക്കലും ഞാനൊരു റിവാർഡായിട്ട് എൻ്റെ മോന് കൊടുക്കാറില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ മോനോട് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു അവൻ അത് അനുസരിച്ചെങ്കിൽ, നമ്മൾ പൊതുവേ നാട്ടു നടപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ല കുഞ്ഞിന് ഒരു മിഠായി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തൊരു മിഠായി അല്ലേ കൊടുക്കുന്നത്. അതുപോലെ ഞാൻ റിവാർഡായിട്ട് ഒരു ഷുഗറി ട്രീറ്റ്സ് അവന് കൊടുത്ത് പഠിപ്പിച്ചിട്ടില്ല. ഷുഗറി ഫുഡിനെ കുറിച്ച് എക്സാജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞും ഓർക്കും ഇതെന്തോ വലിയ സംഭവമാണ്. സോ നോട്ട് മേക്ക് ഷുഗറി ഫുഡ്സ് അറ്റ് എ ബിഗ് ഡീലായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക. അപ്പോൾ കുഞ്ഞും ഇറ്റ്സ് എ നോർമൽ ഫുഡ് എന്ന രീതിയിൽ ആകും. ഓൾറെഡി സ്കൂളിലൊക്കെ പോകുമ്പോൾ അവർ വേറെ കുട്ടികളുടെ ഫുഡിൽ നിന്നൊക്കെ എക്സ്പോസ്ഡ് ആകും. അവർ ഷുഗറി ഫുഡ്സും ട്രീറ്റ്സിലോടൊക്കെ എക്സ്പോസ്ഡ് ആകും. പക്ഷേ ഇഫ് നമ്മളൊരു ചെറിയ ഏജിൽ, ഒരു ഏർലി ഏജിൽ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുഞ്ഞിന് ഷുഗറിനോട്ടുള്ള ഒബ്സഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെ ഈ ഒബ്സഷൻ കുറയ്ക്കാം? അതായിരിക്കും നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ 6 മാസം മുതലേ നമ്മൾ കുഞ്ഞിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഷുഗർ അല്ലെങ്കിൽ മധുരമുള്ള ആഹാരങ്ങളോടുള്ള ഒബ്സഷൻ കുറയ്ക്കാം. ഷുഗർ ഇട്ട് തന്നെ ഉണ്ടാക്കിയ കുറുക്കുകളോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സോ ഒക്കെ കൊടുക്കുന്നതിന് ഉപരി സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, സ്ട്രോബെറി, ബ്ലൂബെറീസ് ഒക്കെ തന്നെ കൊടുക്കണമെന്നില്ല. അതെല്ലാം വല്ലപ്പോഴും കൂടെ ഒക്കെ കൊടുക്കാം. എന്നാലും നമുക്ക് സീസണലി എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മാങ്ങ, പഴം, ഏത്തപ്പഴം, നമ്മൾ കേരളത്തിൽ ആകുമ്പോൾ ഏത്തപ്പഴം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നേരത്തെ നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ ഷുഗർ ആയിട്ടുള്ള ഫുഡിനോട് അവർക്ക് ഒബ്സഷൻ കുറയും. അതുവരെ അങ്ങനെ നമുക്കൊരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഹണിയെ പറ്റി സംസാരിക്കാം. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഹണി നാച്ചുറൽ ഷുഗർ അല്ലേ, ഹണി ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഹണി ഇൻഫൻറ്റ് ബോട്ടുലിസം എന്ന് പറയുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് വയറ്റിലുണ്ടാകുന്ന ഒരു ഡിസ്കംഫോർട്ടാണ്. അത് ഹണി 1 വയസ്സ് വരെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. 1 വയസ്സിന് ശേഷം നമുക്ക് ഹണി അവർക്ക് ഉണ്ടാക്കുന്ന ഡെസേർട്ട്സിലോ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഡ്രിസിൽ ചെയ്തോ ഒക്കെ നമുക്ക് ഹണി ഒരു വയസ്സിന് ശേഷം കൊടുത്തു തുടങ്ങാം. ജാഗ്രി കൊടുക്കാമോ എന്നാൽ ജാഗ്രി ഒരു ഡയറ്റിൽ ഡെയിലി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ജാഗ്രി ഈസ് ഓൾസോ ടൈപ്പ് ഓഫ് ഷുഗർ. ഷുഗറിൽ നിന്ന് ജാഗ്രീനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ റിഫൈൻഡ് കളറില്ല, അതിന് വൈറ്റ് കളറില്ല, വൈറ്റ് ഷുഗർ അല്ല. സെക്കൻഡ് തിങ്, അതിൽ കമ്പയർഡ് ടു വൈറ്റ് ഷുഗർ ജാഗ്രിയിൽ കുറച്ച് എമൗണ്ട് ഓഫ് അയൺ ഉണ്ട്. അതാണ് ഇറ്റ്സ് മേക്കിംഗ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഷുഗർ. സോ ജാഗ്രി ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ജാഗ്രി വല്ലപ്പോഴും കൂടെ ഒക്കേഷനിൽ ആഴ്ചയിൽ 2-3 തവണയൊക്കെ കുറുക്കിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. മറന്നു പോകുന്നത് കൊണ്ട് എൻ്റെ കുഞ്ഞിന് ഞാൻ നാച്ചുറലി കുറുക്കിൽ ആഡ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് നമ്മുടെ നാട്ടിൽ എപ്പോഴും കിട്ടുന്ന കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ്. സോ ഞാൻ കൂടുതലും കുഞ്ഞിൻ്റെ കുറുക്കിൽ നമ്മൾ റാഗി ആയാലും ഏതൊരു കുറുക്കുണ്ടാക്കിയാലും കൂടുതലും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബനാന, മാംഗോ, ആപ്പിൾ. ആപ്പിളൊക്കെ നമുക്ക് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് വേവിച്ച റാഗിയുടെ കൂടെ ഒന്നുകൂടെ മിക്സിയിലിട്ട് അടിച്ചൊക്കെ കൊടുക്കാം. 6 months ആണെങ്കിൽ 6 months, പിന്നെ ഒരു 9-10 months ആയി കഴിയുമ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തത് ഡയറക്റ്റ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം. പിന്നെ ആപ്പിൾ ഞാൻ സ്റ്റീം ചെയ്തിട്ട് റാഗിയുടെ കൂടെ മിക്സ് ചെയ്ത് അത് മിക്സിയിൽ അരച്ച് ഒരു ആപ്പിൾ സോസ് പോലെ ആക്കിയത് നമ്മൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം.
അതും നമുക്ക് കുറുക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബിസി ആയിട്ടുള്ള മോംസിന് അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഡേറ്റ്സ് കൊടുക്കാമോ? ഡേറ്റ്സ് കൊടുക്കാം. ഡേറ്റ്സ് പക്ഷേ ഒരു 6 മാസമായിട്ടുള്ള ഒരു കുഞ്ഞിനൊക്കെ ഒരു ഡേറ്റ് ചൂടുവെള്ളത്തിൽ നേരത്തെ ഇട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു ഡേറ്റ് കുരുകളഞ്ഞ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഏത് കുറുക്കാണ്, ഇപ്പോൾ റാഗി ആണെങ്കിൽ റാഗി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിക്സിൻ്റെ കൂടെ മിക്സിയിലിട്ട് സോഫ്റ്റായ ഈ ഡേറ്റ്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് അങ്ങനെയും കുറുക്കിൻ്റെ കൂടെ കൊടുക്കാം. പിന്നെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് സ്വീറ്റ് പൊട്ടറ്റോ. 8 മാസമൊക്കെ ആയപ്പോൾ എൻ്റെ കുഞ്ഞ് പാൻകേക്സ് ഒക്കെ കഴിച്ചു തുടങ്ങി, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. സോ പാൻകേക്സിന് കൂടെ മുട്ട, ഗോതമ്പ് പൊടി, അതിൻ്റെ കൂടെ ഞാൻ ചിലപ്പം ബനാന ആഡ് ചെയ്യും, അല്ലെങ്കിൽ ബനാന ഇല്ലാത്ത സമയത്ത് പുഴുങ്ങിയ മധുരക്കിഴങ്ങ് ആഡ് ചെയ്യും. അതും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ അത് നോക്കണം. ആ റെസിപ്പി ഞാൻ കമ്മിങ് വീഡിയോസിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പംകിൻ, അതായത് മത്തങ്ങ അല്ലേ. മത്തങ്ങ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. അത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ സ്റ്റീം ചെയ്ത മത്തങ്ങ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഒരു സ്വീറ്റ്നെസ് ഉണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ ആണ്. ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ പെയർ, ഏത്തപ്പഴം, പുഴുങ്ങിയ ഏത്തപ്പഴവും നമുക്ക് റാഗിയുടെ കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റും, മിക്സിയിൽ അരച്ച്. 6 months ഉള്ള കുഞ്ഞിനാണെങ്കിൽ ആരും അധികം കൊടുക്കാത്ത ഒരു സാധനമാണ്. കൊടുക്കുമായിരിക്കും, പക്ഷെ സപ്പോട്ട അല്ലെങ്കിൽ നമ്മൾ ചിക്കു എന്നൊക്കെ പറയും. അത് നല്ല പഴുത്ത ചിക്കു ആണെങ്കിൽ നല്ല മധുരമായിരിക്കും. അത് തൊലി കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതും റാഗിയും വേറെ ഏതെങ്കിലും മില്ലറ്റ്സിൻ്റെ കുറുക്കിൻ്റെ കൂടെയൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വൈഡ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ്, നല്ല മധുരമുള്ള ഫ്രൂട്ട്സ്, പപ്പായ, ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കും. എന്തിനാണ് ഷുഗർ എന്നുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഷുഗർ കൊടുക്കാനോ അല്ലെങ്കിൽ ജാഗ്രി കൊടുക്കാനോ നിങ്ങൾ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണിച്ചാൽ മതി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം റിയ. ബൈ.